നെടുമങ്ങാട് ഒത്തിരി മാറിയിട്ടുണ്ട്. നെടുമങ്ങാട് മണ്ഡലം മാറിയിട്ടുണ്ട്, അതുപോലെ തിരുവനന്തപുരം മാറിയിട്ടുണ്ട്, കൂടുതൽ സ്മാർട്ടായി. നെടുമങ്ങാട് മണ്ഡലത്തിൽ താങ്കളുടെയും എൻ്റെയും മണ്ഡലമായതുകൊണ്ട് തന്നെ വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് രണ്ടുപേർക്കും ജനങ്ങളോട് പറയാൻ കഴിയും, ഏത് കാലഘട്ടത്തേക്കാൾ കൂടുതൽ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കിയ കാലഘട്ടമായിരുന്നു ഈ 4 വർഷമെന്ന് ഓരോ പദ്ധതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും, താങ്കൾക്കും പറയാൻ കഴിയും. ഈ പദ്ധതികളെക്കുറിച്ച് പറയുമ്പോൾ കൂടുതൽ സർക്കാർ പഴി കേട്ടിട്ടുള്ളത് ഈ കിഫ്ബി എന്തിനാണ്, പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് കിഫ്ബി വഴി എന്ത് പദ്ധതിയാണ് നിങ്ങൾ നടപ്പാക്കുന്നത്. പക്ഷേ കിഫ്ബി എന്താണ് എന്നതുകൂടി 9 വർഷ കാലയളവിനുള്ളിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞില്ലേ വിവിധ പദ്ധതികളിലൂടെ? അതെ, കിഫ്ബി എന്താണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പോകുന്ന ദേശീയപാത 66 നോക്കിയാൽ കാണാൻ കഴിയും. കിഫ്ബി എന്താണെന്ന് അറിയണമെങ്കിൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയ അതിൻ്റെ പിന്നിലെ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ മലയോര ഹൈവേ ആണെങ്കിലും തീരദേശ ഹൈവേ ആണെങ്കിലും അതുപോലെ മെട്രോയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണെങ്കിലും അതോടൊപ്പം തന്നെ കേരളത്തിലെ 100 കണക്കായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെടുന്ന സ്കൂളുകൾ, അതിൻ്റെ അടിസ്ഥാന സൗകര്യമാണെങ്കിലും 100 കണക്കായിട്ടുള്ള ആശുപത്രികളും പ്രൈമറി ഹെൽത്ത് സെൻ്ററും അടക്കമുള്ള ആരോഗ്യ കേന്ദ്രങ്ങളാണെങ്കിലും ഇങ്ങനെ തുടങ്ങി കേരളത്തിൻ്റെ മുഖച്ഛായ മാറുന്നതിൽ വലിയ പങ്കാണ് കിഫ്ബി യാഥാർത്ഥ്യമാക്കിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും.